നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കുരുതിക്കളമായി കണ്ണൂർ. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കലുഷമായി വീണ്ടും കണ്ണൂർ. BJP പ്രവർത്തകൻ ധർമ്മടം അണ്ടലൂർ സ്വദേശി സന്തോഷിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തം. പ്രകോപനം ഉണ്ടാക്കില്ലെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയതോടെ കലോത്സവ നഗരി വഴി വിലാപയാത്രയ്ക്ക് അനുമതി നൽകി ജില്ലാ കളക്ടർ മീർ മുഹമ്മദ്. അതേസമയം കൊലപാതകത്തിൽ CPMന് പങ്കില്ലെന്ന് കോടിയേരി. ആക്രമണം നടത്തിയവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല. നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണോ എന്നതിൽ സംശയമുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കൊലപാതകങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്ത് ക്രമസമാധാനം അങ്ങേയറ്റം തകർന്നെന്നും വിമർശനം. കലോത്സവത്തിനിടയിൽ കൊലപാതകം നടന്നത് മനുഷ്യത്വഹീനമെന്ന് രമേശ് ചെന്നിത്തല. മരണത്തിന് CPMൽ പങ്കില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവന മുഖവിലക്കെടുക്കാനാകില്ലെന്ന് VM സുധീരൻ. കാളപ്പോരിന്റെ കുരുക്കിൽ. ജല്ലിക്കെട്ട് നിരോധനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെ ഇടപെടാൻ വിസമ്മതിച്ച് കേന്ദ്ര സർക്കാർ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് പ്രധാനമന്ത്രി. ജല്ലിക്കെട്ടിന്റെ സംസ്കാര പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് കഴിയും വിധം എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ വിശദീകരണം. ജല്ലിക്കെട്ട് നടത്താൻ കേന്ദ്രം ഓർഡിനൻസ് ഇറക്കണമെന്നാവശ്യപ്പെട്ട് O. പനീർശെൽവം നടത്തിയ കൂടിക്കാഴ്ചയിൽ. പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘം തമിഴ്നാട്ടിലെത്തും. അതിനിടെ ജല്ലിക്കെട്ടിനായി നടക്കുന്ന പ്രതിഷേധം കണക്കിലെടുക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ജല്ലിക്കെട്ട് നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് മറീന ബീച്ചിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിനും തുടർച്ച. 3 ദിവസമായി തുടരുന്ന പ്രതിഷേധ സമരത്തിന് പിന്തുണ നൽകി തമിഴ് സൂപ്പർ താരങ്ങൾ. പ്രക്ഷോഭത്തിന് വീര്യം പകരാൻ നാളെ നിരാഹാര സമരത്തിനും ഒരുക്കം. ഉത്തരം തേടുന്ന ചോദ്യങ്ങൾ. സ്പീക്കർ അനുവദിച്ചാൽ PAC സമിതിക്ക് മുന്നിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തുമെന്ന് KV തോമസ്. നോട്ട് റദ്ദാക്കൽ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പൊതു ബജറ്റിന് മുമ്പായി തയ്യാറാക്കും. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാന്റെ വിശദീകരണം. RBI ഗവർണറുടെ മറുപടി തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ. ഇന്നലെ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ RBI ഗവർണർ പ്രധാന ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. നോട്ട് അസാധുവാക്കലിനു ശേഷം എത്ര പണം ബാങ്കിൽ തിരിച്ചെത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നാളെ അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്ന ഊർജിത് പട്ടേൽ ഈ നിലപാട് തന്നെ ആവർത്തിച്ചേക്കും. കട്ടക്കിൽ കൊടുങ്കാറ്റ്. യുവരാജ് സിംഗിന്റെ ഗംഭീര തിരിച്ചുവരവിൽ ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത സന്ദർശകർക്ക് 382 റൺസ് വിജയലക്ഷ്യം. മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കും സെഞ്ചുറി. 4ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്ന് നേടിയത് 256 റൺസ്. 150 റൺസ് നേടിയ യുവരാജ് സിംഗിന്റേത് കരിയറിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. 2011 ശേഷം താരം അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്നത് ഇത് ആദ്യം. ധോണിയുടെ സെഞ്ചുറി നേട്ടം 4 വർഷത്തിനു ശേഷം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.